നമസ്കാരം. ഞാനിന്നൊരു തേനീച്ചേരെ ഒരു കൂട് കണ്ടിട്ട് നമ്മളെ കൂട്ടുകാരൻ സുധീർ എടങ്ങലിലാണ് വീട്. അപ്പം ആള് പറഞ്ഞു ഇതൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് കൂട്. കണ്ടോ, ഒരു പോക്കലിൻ്റെ ഉള്ളിലാണ് നന്നായി ഇരിക്കുന്നുണ്ട്. പക്ഷെ ലേശം ശ്രമകരമായൊരു പ്രവൃത്തിയാണിത്. കാരണം ഇത് ഭയങ്കര സ്ഥലത്തുള്ളൊരു കൂടാണ് കണ്ടിട്ട് തോന്നുന്നത്. ഈ എടുത്തു കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴത്തോട്ടാണ് പോകുന്നതേ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. താഴത്തോട്ട് വീഴും ഇവർ, അല്ലെങ്കിൽ ഈച്ചകൾ താഴത്തോട്ട് കയറി ഒളിക്കും. ഒന്നും കൂടി തിരിച്ച് നോക്കട്ടെ. ഇതും കൂടി പോരുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പോരുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പമുള്ള കൂടുകളാണ്. ഇത് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കൂട് ലഭിക്കുന്നത്. കാരണം നമുക്ക് ഈ പൈപ്പ് ഒറ്റയടിക്കേ പോകാറുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരു ജോയിൻ്റ് ഉണ്ടായിരുന്നു. ആ ജോയിൻറ്റിൽ നിന്ന് ഉരുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയി കിട്ടി. റാണി ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റും. എങ്കിലും ഒരു ശ്രമം നടത്തി നോക്കട്ടെ കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ജോയിൻ്റ് ഇവിടെ നിന്ന് വിടിയിപ്പിക്കുകയാണ്. ഇടയ്ക്ക് സോൾജേഴ്സ് വരുന്നുണ്ട് കളിക്കാനായിട്ട്. അവർക്ക് അറിയാം കൂടുതലെന്താ സംഭവിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഇവരിടയ്ക്കിടയ്ക്ക് പറക്കുന്നുണ്ട് പുറത്തോട്ട്. കൈകാര്യം ചെയ്യാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം നടുക്കിൽ നിന്ന് ഇതിൻ്റെ പിടിവിടുന്നത്. അപ്പോൾ മുറിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഡാമേജ് ആകുമ്പോൾ അവിടെ ഫെർമോൺ സ്മെല്ല് വരുമ്പോൾ കുത്താണ്, നന്നായി കുത്തുന്നുണ്ട്. ഇപ്പം ഈ അടയുടെ മുകളിലും അടിയിലും ഒരു ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ലോക്ക് പിടിപ്പിക്കാതെ തന്നെ ചെയ്യുന്നത്. എന്നാലും അതിങ്ങോട്ട് പോരുള്ള അട, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മുറിഞ്ഞ് പോരും. ഇപ്പോഴും വിട്ടിട്ടില്ല. നമുക്ക് പൊട്ടിക്കുക മാർഗമുള്ളൂ. കാരണം എവിടെ പൊട്ടെന്ന് വെച്ചാൽ പൊട്ടട്ടാൻ കിട്ടും. ഇതാണ് എൻ്റെ നീട്ടം കേട്ടോ. ഇത് എൻ്റെ ഫസ്റ്റ് ടൈം തന്നെയാണ് ഇത്രയും നീട്ടമുള്ള ഇട കിട്ടുന്നത്. റെയിലി ഓ കുത്തിൻ്റെ അഞ്ചുകളിയായി സഹിക്കാൻ പറ്റുന്നില്ലേ. ഗംഭീര കുത്ത. വരുന്നുണ്ട്. ഈസിയാന്ന് വിചാരിക്കണ്ട. കുത്ത് സഹിച്ചിട്ടാണ് ഞാൻ നിൽക്കണേ. റിയലി ഫാന്റാസ്റ്റിക്. ഇത് വീഴാൻ സാധ്യതയുണ്ട്. ഇത് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. വീണ് കഴിഞ്ഞാൽ ആകെ ആർക്കും. ഈ വലിക്കുമ്പോൾ അവർക്ക് വേദന പറ്റും, ചിലർ ചാവും. അപ്പം ഭയങ്കരമായിട്ട് ആക്രമിച്ച് കളയും നമ്മളെ.
എം ടി ആണ്. ഇനി ഇത്രയും ഏരിയ ഇതെല്ലാം തേനാണ് കേട്ടോ. ഇതെല്ലാം അടപ്പ് അടിയുള്ള സ്ഥലമാണ്. പിന്നെ ഉള്ളതാണ്. ഈ കാണുന്നതാണ് പൂമ്പൊടി. കണ്ടോ, പൂമ്പൊടി ഓളൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇതാണ് തേൻ കറക്കുന്ന തേനിൽ വരുന്നത്. അത് നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് തേൻ ഫെർമെൻറ്റേഷൻ ആവാൻ പൊളിക്കുന്നതിൻ്റെ കാരണം ഈ പൂമ്പൊടിയാണ്. ഇത് കുത്തുമ്പോൾ അവരുടെ ഒരു ഫെർമോൺ സ്മെല്ലുണ്ട്. ആ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവർ കുത്തിക്കൊണ്ടേയിരിക്കും. അവിടെ എല്ലാത്തിൻ്റെ പേരിലാണ്. ചെറുതാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം. ഇത്രയും വലുതാകുമ്പോൾ എളുപ്പമല്ല മാനേജ് ചെയ്യാൻ പറയും. എവിടെയായാലും വരെ മെയിൽ ഞാൻ കത്തിയിൽ വരുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാകും. മുറി കണ്ട കത്തിയിട്ട് തട്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ 6 നമ്മൾ ബ്രോഡ് ചാമ്പറിൽ വരും. 6 നമ്മൾ ബ്രോഡ് നമ്മൾ വയ്ക്കും കേട്ടോ. ഇത് 3 മാക്സിമം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കയറും. ഇനിയിപ്പോൾ തേൻ ഒന്ന് കണ്ടോളൂ. ഇതിൻ്റെ തേനിരിക്കുന്ന ഏരിയ, അത് ഈ ഒരു ഏരിയയിലാണ് അവർ തേൻ വെച്ചിട്ടുള്ളത്. കണ്ടോ, തേനാണ് ഈ ഭാഗത്ത്. ഇതവരുടെ ഈ ഒരു ഇത്രയും ഭാഗത്ത് തേനുള്ളൂ. കാരണം സീസൺ ഇങ്ങനെ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. തേൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അറിയാം. ഈ കൂട് ഇങ്ങോട്ട് വെച്ചിട്ട് താഴത്തു നിന്നുള്ളതും മോളിൽ നിന്നുള്ളതും കൂടിയിട്ട് ഇങ്ങോട്ട് ഇറക്കാനുള്ളൊരു സൂത്രവിദ്യ ചെയ്യണം. അതുപോലെ ഇതിലും ഉണ്ട്. ഇവരോട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കയറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. ഞാൻ ഈ ഇതിൽ നിന്ന് വീട്ടിലോട്ട് ഇങ്ങനെ പകർത്താനുള്ളൊരു ശ്രമം നടത്താണ്. രാത്രി ആകുമ്പോഴേക്കും അവർ കയറും ഷെൽട്ടറിലേക്കാണ് തോന്നുന്നത്. കടകളെല്ലാം കെട്ടി അവർക്കൊരു നല്ലൊരു സജ്ജീകരണം ചെയ്ത് കൊടുത്തിട്ടുള്ളതിൻ്റെ പേരിൽ അപ്പോൾ അതിൽ കയറി അവർ അവിടെ തന്നെ അവർ കൂടി സ്ഥാപിക്കും നല്ല രീതിയിൽ. അപ്പോൾ ഇന്ന് 1-2 ദിവസം തന്നെ ഇവിടെ നമ്മൾ വയ്ക്കും. പുറത്ത് പൈച്ചലൊക്കെ വരുന്നതിന് 6-7 മണിയൊക്കെ ആവും. അപ്പം അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. അവരെ ഒന്ന് പുകച്ച് മുകളിലോട്ട് കയറ്റും. ഇതിലോട്ട് ഈച്ചനെ കംപ്ലീറ്റ് കയറ്റിയിട്ടോ. ഇങ്ങനെ കയറ്റി അവരിറങ്ങുന്നുണ്ട് അങ്ങോട്ട്. അപ്പം സക്സസ് ആണ്. ഇനി ഏകദേശം നമ്മളെ കൂടെ ഇപ്പോൾ ഷിഫ്റ്റിങ് നമ്മൾ ശരിക്കും കഴിഞ്ഞു. ഇനി ഇതിലുള്ള ഈച്ചകളെല്ലാം രാത്രിയാകുമ്പോൾ കയറും. രാത്രിയായി ഇനി നോക്കണം ഒന്നുകൂടെ വന്നിട്ട്. ഉറുമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രിക്കോഷൻ ചെയ്യണം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളെ കൂട് പകർത്തൽ കഴിഞ്ഞു. താങ്ക് യു.